പഴയ നെല്ല് ഉപയോഗിക്കുന്നത് പ്രമേഹമുള്ള ആളുകൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. പുരാണശാലി എന്നാണ് ആയുർവേദത്തിൽ നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കം ചെന്ന നെല്ല്, ഇതിനാണ് നമ്മൾ പുരാണശാലി എന്ന് പറയുന്നത്. അപ്പൊ ആയുർവേദത്തിൽ പ്രമേഹമുള്ളവർക്ക് ഈ പുരാണശാലി കഴിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഈ പണ്ടുള്ള വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം, വലിയ പത്തായം ഉണ്ടാകും. ഈ പത്തായത്തിന്റെ മുകളിലാണ് നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുവന്ന നെല്ല് കൊണ്ടിടുന്നത്, മുകളിലിടും. എന്നിട്ട് താഴെ, ആ പത്തായത്തിന്റെ താഴെ ഒരു ദ്വാരത്തിലൂടെ ഉപയോഗിക്കാനായിട്ടുള്ള നെല്ല് നമ്മൾ എടുക്കും. അപ്പൊ ഇത് വലിയ പത്തായാണ്. ഇതിന്റെ താഴ്ഭാഗത്തുള്ള നെല്ലെന്ന് പറയുന്നത് പഴയ നെല്ലായിരിക്കും. അപ്പൊ ഈ പഴയ നെല്ല് നമ്മൾ പുഴുങ്ങി കുത്തിയെടുത്ത് അരിയാക്കി അതുകൊണ്ട് ചോറുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടില്ല. അതായത് അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡ് എന്നൊക്കെ പറയും. അതിൽ അടങ്ങിയിരിക്കുന്ന, ആ അരിയുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ്, അല്ലെങ്കിൽ അതുകൊണ്ട് ചോറുണ്ടാക്കിയാൽ ആ ചോറ് കഴിക്കുന്ന സമയത്ത് രക്തത്തിലേക്ക് പഞ്ചസാര കയറുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. ഇതിന്റെയൊക്കെ അളവൊന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ വളരെ നല്ലതാണ് പ്രമേഹമുള്ളവർക്ക് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അരി അല്ലെങ്കിൽ നെല്ല് ഇതുപോലെ വാങ്ങി സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഈ പുരാണശാലി, ഇപ്പം പഴക്കം ചെന്ന നെല്ല് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.